മുമ്പിൽ നിന്ന് ആദ്യമായിട്ട് CP തോറ്റു. അയാളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ പെരുവഴിയിൽ നിന്ന് ഞാൻ ഉരുകി. എനിക്കറിയണം ഞാൻ നിങ്ങളുടെ ആരാ. ചെത്തിമറ്റുമായിട്ട് എനിക്ക് എന്ത് ബന്ധമുള്ളത്? ഓരോ ശ്വാസത്തിലും എൻ്റെ പേരിനൊപ്പം ഞാൻ അഹങ്കാരത്തോടു കൂടി പറഞ്ഞു കിടന്നിരുന്ന ഈ പേര് ഇപ്പൊ എൻ്റെ നാവ് പൊള്ളിക്കുക. അമ്മച്ചി പറ, ഞാൻ അമ്മച്ചിമാരുടെ ആരുമല്ലേ? എങ്കി പറ, എന്റെ അച്ഛനാരാ, അമ്മയാരാ? എന്തിനാ എനിക്കിങ്ങനെ ചെത്തിമറ്റത്തെ മേൽവിലാസം തന്ന് വളർത്തിയത്? ഏയ് പറയാൻ. പറയാം. നീ ഞങ്ങളുടെ കുഞ്ഞല്ലെന്ന് എപ്പോഴെങ്കിലും നിനക്ക് തോന്നിയിട്ടുണ്ടോ? പ്രാണൻ തന്ന് വളർത്തിയാലും എന്നെങ്കിലും എന്റെ മക്കള് ഞങ്ങളുടെ മുഖത്ത് നോക്കി ഈ ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. ആ ദിവസത്തിന്റെ ഓർമ്മയില് നീറി 26 വർഷങ്ങളാണ് ഞങ്ങൾ ജീവിച്ചത്. ഇനി പറയാം, എന്റെ മക്കൾ അറിയാത്ത, മാലോകരറിയാത്ത ഈ അമ്മച്ചിമാരുടെ കഥ. കിഴക്കൻ മലയിലെ പെരുവെള്ളത്തിൽ അപ്പനും അമ്മയും കൂടപ്പിറപ്പുകളും നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് അവിടെ കാട്ടുതടി വെട്ടാനെത്തിയ വള്ളം അഭയമായി. നാറാണം വഴിയിലെ മഹാപ്രളയം ഒഴുക്കിക്കളഞ്ഞ ജീവിതം തിരികെ പിടിക്കാൻ ഞങ്ങൾ രാപ്പകലില്ലാതെ അധ്വാനിച്ചു. സമ്പാദ്യങ്ങൾ ചേർത്ത് വെച്ചു. ചില നല്ല മനസ്സുകളുടെ സഹായവും ലഭിച്ചു. അങ്ങനെ ചെറിയ തോതിൽ അരിക്കച്ചവടം തുടങ്ങി. ദൈവകാരുണ്യം കൊണ്ട് അരിക്കച്ചവടം നല്ല രീതിയിൽ മെച്ചപ്പെട്ടു. കുട്ടനാട്ടിൽ പലയിടത്തും അരിമില്ലുകൾ വാങ്ങി കടകൾ തുടങ്ങി. വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട് ഞങ്ങൾ വില കൊടുത്തു വാങ്ങി. യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരു മൂവന്തിക്ക് കറിയാച്ചൻ എന്ന മഹാകൗശലക്കാരൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ആരാ? പേര് കറിയാച്ചെന്ന, കുന്നന്താനത്താ വീട്. പ്രാരാബ്ദങ്ങളുടെ കെട്ടഴിച്ച് എന്തെങ്കിലും പണിക്കിരുന്ന അയാളോട് അയാളുടെ ഭാര്യയുടെ ദീനമായ മുഖം കണ്ടപ്പോൾ ഞങ്ങൾക്ക് സഹതാപം തോന്നി. തടിമില്ലിൽ കണക്കെഴുത്തി ജോലി ചെയ്ത് പരിചയമുണ്ടായിരുന്ന അയാളെ ഞങ്ങൾ ഞങ്ങളുടെ കണക്കപ്പിള്ളയായി നിയമിച്ചു. അരിക്കച്ചവടത്തിൽ ആദ്യമായിട്ടാണെങ്കിലും കറിയാച്ച പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചു. കറിയ ഞങ്ങളുടെ വിശ്വസ്തനായി മാറി. പുതിയ വിശേഷം അറിഞ്ഞായിരുന്നോ? എന്താ? ഇവിടെ പുതിയ SI ചാർജ് എടുത്തു. മിന്നൽ ശിവരാമൻ. അരിക്കച്ചവടത്തിലെ ശത്രുക്കളെ ഒതുക്കാൻ SI മിന്നൽ ശിവരാമനുമായുള്ള കരാർ കറിയാച്ചൻ ഉറപ്പിച്ചു. അതിനുവേണ്ടി കറിയാച്ചൻ മിന്നൽ ശിവരാമനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ദൈവാധീനത്തിന്റെ അങ്ങേയറ്റമാ. അല്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരാൻ തോന്നുമോ? പുതിയമായി ഞാൻ അങ്ങോട്ട് ചെന്നോളെന്ന് പറഞ്ഞതാന്നേ. ഇച്ചിരി വെള്ളം ഇങ്ങോട്ട് തൊണ്ടാട്ടെ. പേരെന്തുവാ? കൊച്ചുമേരി. കറിയാച്ചോ അത്ര കൊച്ചൊന്നും അല്ല. അല്ലയോടു ഒരു ഇച്ചിരി വിടുവായത്തുമുണ്ട്. അത് നമ്മളൊന്നും കണ്ടില്ലെന്ന് വെച്ചോ. ജയിച്ചു. ഒടേ തമ്പരാനായിട്ട് കാണിച്ചു തന്ന വഴിയാ. വേറെ മാർഗമില്ല. പിണക്കാതെ കൂടെ നിർത്തിയേ പറ്റൂ. അറിയാമല്ലോ. മിന്നൽ ശിവരാമന്റെ വരവ് പിന്നെ ഒരു പതിവായി. മുറ്റത്ത് കസേരയിട്ടിരുന്നുള്ള കള്ളുകുടി, അശ്ലീല സംസാരങ്ങൾ, പാത്തും പതുങ്ങിയുമുള്ള നോട്ടങ്ങൾ. ഈ കാലയളവിലാണ് സീതത്തോടുകാരനായ വാസുദേവൻ ഗോഡൌണിന്റെ അക്കൗണ്ടന്റായി ചാർജ് എടുക്കുന്നത്. സത്യസന്ധൻ, കുലീനമായ പെരുമാറ്റം, നല്ല കാര്യപ്രാപ്തി. കറിയാച്ചന്റെ കണക്കിൽ കുറെ നാളായി ഞങ്ങൾക്ക് പൊരുത്തക്കേടുകൾ തോന്നിയിരുന്നു. വാസുദേവനൊപ്പം കറിയാച്ചന്റെ ഓഫീസ് മുറി പരിശോധിക്കുന്ന ഞങ്ങൾ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കറിയാച്ചനെ അറസ്റ്റ് ചെയ്തു. തെളിവെടുപ്പിനായി അയാളെ പോലീസ് കടയിലേക്ക് കൊണ്ടുവന്നു. എന്റെ ബന്ധോടാ
നിന്റെ തള്ളെ കെട്ടി ഞാനാണോ? നമസ്കാരം സാർ. കേസ് കോടതിയിലെത്തി. കറയായ 6 മാസം ശിക്ഷിച്ച് ജില്ലാ ജയിലിലേക്ക് അയച്ചു. വർഷകാലം കഴിഞ്ഞ സമയം പനിയും പകർച്ചവ്യാധികളും നാടൊട്ടുക്ക് പരന്നു. ഞാനും കിടപ്പിലായി. കൊച്ചേ, നമുക്ക് ആശുപത്രി പോകാം. മഴ ഇപ്പൊ കുറച്ച് തോർന്നു നിൽക്കുക. നീ കരിമ്പടം പൊതിച്ച് കൊടയും പിടിച്ച് വഞ്ചിലിരുന്നാ മതി. 10 മിനിറ്റോടെ നമുക്ക് അക്കരെ എത്താം. എന്നെ പറ്റി വരി കൊച്ചിനെന്നതാ? പനിയാ, ആശുപത്രി പോവാ. ഇങ്ങോട്ട് കറിക്കോ, ഞാൻ ഉണ്ടാക്കാം. എന്നാതാ മേരി, ഞാനൊരു മനുഷ്യനല്ലേ, വഞ്ചി ഇങ്ങോട്ട് അടുപ്പിക്കുക. ഇപ്പൊ ആശുപത്രിയിലെത്തും കേട്ടോ. ബോട്ടിൽ നീ പോവില്ല. Oh